Hi students, today we will discuss about Python list. In Python language, there are 4 different types of collection data type. Collection data type means we can store more than one values in a single name. Normally, we are storing a constant value in using a variable name. ഒരു വേരിയബിളിനകത്ത് നമ്മൾ സാധാരണ ഒരു കോൺസ്റ്റൻ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നെയിം ഈക്വൽ ടു ABC. ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് നെയിം എന്ന് പറഞ്ഞതിനകത്ത് ABC എന്ന് പറഞ്ഞ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ABC പിന്നെ അത് കഴിഞ്ഞിട്ട് അർജുൻ എന്ന് പറഞ്ഞാൽ 2 പേര് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സെയിം വേരിയബിൾ നെയിമിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് collection data type, we can store more than one values in using a same name. That type of variable or that type of data types is known as collection data type. In Python language, there are 4 different collection data types. One is list, and another one is tuple, and next is set, and last one is dictionary. അപ്പം ഈ ലിസ്റ്റും ട്യൂപ്പിളും സെറ്റും ഡിക്ഷണറിയും ഒക്കെ എന്താണ് കളക്ഷൻ ഡാറ്റ ടൈപ്പിന് എക്സാമ്പിളാണ്. ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഡാറ്റ ടൈപ്പ് വിച്ച് ഈസ് ഓർഡേർഡ് ആൻഡ് ചേഞ്ചബിൾ. ഓർഡേർഡ് മീൻസ് അതൊരു ഓർഡറിലാണ്, നമ്മൾ കൊടുക്കുന്ന ഓർഡർ എന്താണോ ആ ഓർഡറിൽ തന്നെയാണ് ഡാറ്റ എന്ത് ചെയ്യുക, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് ചേഞ്ചബിൾ, നമുക്ക് അതിനകത്തുള്ള വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിംഗ് ടൈമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അലോസ് ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ്, നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും നമുക്ക്, അതിൻ്റെ കോപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ട്യൂപ്പിൾ. ട്യൂപ്പിൾ ഈസ് എ കളക്ഷൻ വിച്ച് ഈസ് ഓർഡേർഡ് ആൻഡ് അൺചേഞ്ചബിൾ. ഇത് ഓർഡേർഡ് ആണ്, നമ്മൾ കൊടുക്കുന്ന ഓർഡറിൽ തന്നെ വരാൻ പറ്റും, ബട്ട് വി കനോട്ട് ചേഞ്ച് ദി വാല്യൂസ് ഇൻസൈഡ് ദി ട്യൂപ്പിൾ. അപ്പം ട്യൂപ്പിളിനകത്തുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അലോസ് ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ്, വി ക്യാൻ മേക്ക് കോപ്പീസ് ഓഫ് ട്യൂപ്പിൾസിൻ്റെ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് അൺചേഞ്ചബിളാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സെറ്റ് ഈസ് എ കളക്ഷൻ വിച്ച് ഈസ് അൺഓർഡേർഡ് ആൻഡ് അൺഇൻഡെക്സ്ഡ്. അത് ഓർഡർ ഇല്ലാതെയാണ്, അത് നമ്മൾ കൊടുക്കുന്ന ഓർഡറിലൊന്നും ആയിരിക്കില്ല നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആക്സസ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇറ്റ്സ് അൺഇൻഡെക്സ്ഡ്. ഇൻഡെക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡാറ്റയെ നമ്മൾ 0 വെച്ചിട്ടാണ്, ഇൻഡെക്സ് 0 വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വണ്ണിന് നമ്മൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. ഓരോന്നും നമുക്ക് ഒരു സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസിബിളാണ്. പക്ഷേ ഇൻ ദി കേസ് ഓഫ് സെറ്റ് ഇറ്റ് ഈസ് എൻ അൺഇൻഡെക്സ്ഡ് കളക്ഷൻ ഡാറ്റ ടൈപ്പ്. ആൻഡ് നോ ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡിക്ഷണറി. ഇറ്റ്സ് എ കളക്ഷൻ വിച്ച് ഈസ് അൺഓർഡേർഡ്, ചേഞ്ചബിൾ ആൻഡ് ഇൻഡെക്സ്ഡ്. അൺഓർഡേർഡ് ആണ്, ഓർഡറിലെല്ലാം നമുക്ക് വരിക, പക്ഷേ ചേഞ്ചബിൾ ആണ്, ഇൻഡെക്സ്ഡ് ആണ്, നോ ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ടൈപ്സ്, കളക്ഷൻ ഡാറ്റ ടൈപ്സ് 4 ഉണ്ട്. അപ്പോൾ ഈ 4 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. അതാ പറഞ്ഞത്, when choosing a collection data type, it is useful to understand the properties of that type. അപ്പോൾ ആ കളക്ഷൻ ഡാറ്റ ടൈപ്പിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും റൈറ്റ് മെത്തേഡിൽ ഏറ്റവും നല്ല രീതിയിൽ ആ ഡാറ്റ ടൈപ്പിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മോഡ്യൂളിനകത്ത് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ 4 ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്, ആ 4 ഡാറ്റ ടൈപ്സിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിനകത്ത് എന്തൊക്കെ നമുക്ക് ആക്ഷൻസ് പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ലിസ്റ്റ്. A list is a collection which is ordered and changeable. It's a collection data type. It is an example of collection data type in Python, which is ordered and changeable. അത് ഓർഡേർഡ് ആണ്, അതെന്തും കൂടെയാണ്, ചേഞ്ചബിൾ ആണ്. We can modify the content of list. In Python, list are written in square brackets. Square brackets ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, Python
ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഹിയർ ഈസ് ദി എക്സാമ്പിൾ. ദിസ് ലിസ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലിസ്റ്റിന് ലിസ്റ്റ് വേരിയബിളാണ് ദിസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈക്വൽ ടു അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്? ആപ്പിൾ എന്ന് പറഞ്ഞൊരു സ്ട്രിങ്, ബനാന എന്ന് പറഞ്ഞ വേറൊരു സ്ട്രിങ്, ആൻഡ് ചെറി എന്ന് പറഞ്ഞ വേറൊരു സ്ട്രിങ്. അപ്പം സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്. നെക്സ്റ്റ് ഇസ് ബനാന, എല്ലാം സ്ട്രിങ് വാല്യൂസാണ്. നെക്സ്റ്റ് ഇസ് ചെറി. അപ്പോൾ അതിനകത്ത് പ്രിൻറ്റ് ദിസ് ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിനകത്ത് ഈ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യും? ജസ്റ്റ് പ്രിൻ്റ് ചെയ്യും. മനസ്സിലായില്ലേ? നമുക്കത് നേരിട്ട് IDEയിൽ ഇപ്പോൾ പ്രോഗ്രാം ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഇവിടെ നമുക്ക് LST നോക്കാം. LST ഈസ് എ ലിസ്റ്റ് വേരിയബിൾ. നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. LST1 എന്നോ അല്ലെങ്കിൽ എക്സാമ്പിൾ ലിസ്റ്റ് എന്ന് എന്ത് വേണമെങ്കിൽ എടുക്കാം. എക്സാമ്പിൾ ലിസ്റ്റ് എന്ന് എടുക്കാം. എക്സാമ്പിൾ ലിസ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ക്വയർ ബ്രാക്കറ്റ്. അതിനകത്ത് നമുക്ക് പ്രിൻറ്റ് 1, 2, 3. ഓരോരോ വാല്യൂസ് നമ്മൾ എന്ത് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം? കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇങ്ങനെ 4, എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ബ്രാക്കറ്റ് എന്ത് ചെയ്യണം? എൻഡ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു വേരിയബിൾ ലിസ്റ്റ് വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ലിസ്റ്റ് വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനീഷ്യലൈസ് ചെയ്യുന്നു. എന്തൊക്കെ 4 സ്ട്രിങ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0, സെക്കൻഡ് വൺ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 1, അടുത്തത് 2, 3 പറഞ്ഞിട്ട് 4 വേരിയബിൾ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അത് പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ ഓർഡറിൽ തന്നെയാണോ വരുന്നത് നോക്കാം നമുക്ക്. പ്രിൻ്റ് എക്സാം ലിസ്റ്റ്. LST എന്നല്ലേ, EXM എന്നല്ലോ അല്ലേ? സോറി പ്രിൻ്റ് എക്സാം LST അതല്ലേ. 1, 2, 3, 4 ആ ഓർഡറിൽ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ആയിരിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന 1 ആണ്. അത് 2 തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 3 എന്നാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. 4 എന്നാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർഡേർഡ് ഇതാണ്. അതേപോലെ തന്നെ ചേഞ്ചബിൾ ആണെന്നുള്ളതൊക്കെ നെക്സ്റ്റ് എങ്ങനെയാണ് നോക്കാം നമുക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് എ ലിസ്റ്റ്. ഇപ്പോൾ ലിസ്റ്റിനകത്ത് നമുക്ക് വാല്യൂസ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ലിസ്റ്റിനകത്ത് നമുക്ക് സ്ട്രിങ് മാത്രമല്ല ഏത് ടൈപ്പ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം. LST നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് അതിനകത്ത് നമുക്ക് ഇൻഡിജർ വാല്യൂസ് ആണെങ്കിൽ ഇൻഡിജർ വാല്യൂസ് കൊടുക്കാം. ഇൻഡിജർ വാല്യൂസ് 12, 57, 67, 83, 45. Print LST next. പ്രിൻ്റ് ചെയ്തായിരുന്നല്ലേ. അത് 12.57 കൊടുത്തിരിക്കുന്നത്. അതിന് പകരം ഞാൻ കോമയായിരുന്നു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അത് മാറിപ്പോയതാണ്. ഇത് അതേപോലെ തന്നെ പ്രിൻ്റ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. അല്ല 12, 15, 67 ഇങ്ങനെ വരും. അപ്പോൾ ഏത് ടൈപ്പ് വേരിയബിൾസ് നമുക്ക് കൊടുക്കാൻ പറ്റും ലിസ്റ്റിൻ്റെ വാല്യൂസ് ആയിട്ട്. അപ്പോൾ ലിസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഓർഡറിൽ തന്നെ എങ്ങനെയാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത് മനസ്സിലായി. നെക്സ്റ്റ് ഈസ് ആക്സസ് ഐറ്റംസ്. ഹൗ ടു ആക്സസ് പെർട്ടിക്കുലർ വാല്യൂസ് ഇൻ എ ലിസ്റ്റ് ഐറ്റംസ്. ഇപ്പോൾ ലിസ്റ്റ് ഐറ്റത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ വാല്യൂസും നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ യു ക്യാൻ ആക്സസ് ദ ലിസ്റ്റ് ഐറ്റംസ് ബൈ റെഫറിങ് ടു ദ ഇൻഡെക്സ് നമ്പർ. അതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ത് ചെയ്യാൻ പറ്റും? സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡെക്സ് നമ്പർ ദിസ് ലിസ്റ്റ് ഓഫ് 0 പറയുകയാണെങ്കിൽ ഇതായിരിക്കും.
ദിസ് ലിസ്റ്റ് ഓഫ് 1 എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ലിസ്റ്റ് ഓഫ് 2 എന്ന് പറയുകയാണെങ്കിൽ ഇത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻഡെക്സ് എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ പിന്നെ 1 2 3 പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കും നിങ്ങൾ, നമുക്ക് അതിന് എക്സാമ്പിൾ ഇവിടെ നോക്കാം. അപ്പം പ്രിൻറ്റ് lst and next of 3 എന്ന് പറയാൻ നോക്കാം. നമുക്ക് 3 എന്ന് പറഞ്ഞാൽ ഏതാ വരാൻ നോക്കാം. ഇത് 0 ആയിരിക്കും. 1 2 3. അപ്പോൾ 89 ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. 89 പ്രിൻ്റ് ചെയ്യാൻ റീസൺ മനസ്സിലായില്ലേ? ഫസ്റ്റ് വൺ ഇതായിരിക്കും എന്ത്, നമ്മുടെ 12 എന്ന് പറഞ്ഞ സാധനമായിരിക്കും എന്ത് 0, ഇത് 1, ഇത് 2, ഇത് 3. സോ 89 ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രിൻ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതേപോലെ എക്സാമ്പിൾ ലിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് പ്രിൻറ്റ് എക്സാം ലിസ്റ്റ് ഓഫ് 1 എന്ന് പറയുകയാണെങ്കിലോ ഏതായിരിക്കും പ്രിൻ്റ് ചെയ്യുക, 1 2 എന്ന് പറഞ്ഞതായിരിക്കും പ്രിൻ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോന്ന് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെക്കണോ. എക്സാം ലിസ്റ്റ് ഓഫ് 0 പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക, 1 പ്രിൻ്റ് ചെയ്യും. ലാസ്റ്റ് പ്രിൻ്റ് ചെയ്യാനാണെങ്കിലോ 0 1 2 3 ആയിരിക്കും. അപ്പോൾ 4 പ്രിൻ്റ് ചെയ്തിട്ട് വരും. Zero 1 2 3 സെമിസ്റ്റർ ഓഫ് 2 നോക്കാം. പ്രിൻ്റ് എക്സാം ലിസ്റ്റ് ഓഫ് 2 എന്നല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ഓപ്പണിംഗ് ബ്രേസ്, ഇവിടെ ഒരു ക്ലോസിംഗ് ബ്രേസ്. ഓക്കെ, പ്രിൻ്റ് എക്സാം ലിസ്റ്റ് 1 എന്നതിന് പകരം നമ്മൾ ഇവിടെ ഒരു 3 കൊടുത്തേക്കാം. 4 എന്ന് വരും. അപ്പോൾ കണ്ടില്ലേ? ഇങ്ങനെ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്തായിരിക്കും 0 ആയിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ -1 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 5 വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വൺ എന്തായിരിക്കും 4 എന്നായിരിക്കും. ഇൻഡെക്സ് 4 ആയിരിക്കും അതിൻ്റെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ഐറ്റംസ് ഇപ്പോൾ ഇൻഡെക്സ് നമ്പർ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇത് 0 ആണ്. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് 1 എന്ന് പറയുക പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പ്രിൻ്റ് ചെയ്യുക, ബനാന എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും പ്രിൻ്റ് ചെയ്യുക. കാരണം ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്. ഓക്കെ. നെഗറ്റീവ് ഇൻഡെക്സിങ്. ഇപ്പം നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ പോസിബിളാണ്. അപ്പോൾ നെഗറ്റീവ് ഇൻഡെക്സിങ് മീൻസ് ബിഗിനിങ് ഫ്രം ദി എൻഡ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്താ, ഫസ്റ്റ് എന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻഡെക്സ് 1-നകത്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. റെഫർ ദി ലാസ്റ്റ് ഐറ്റം -2 റെഫേഴ്സ് ടു ദി സെക്കൻഡ് ഐറ്റം എക്സെട്ര. അപ്പം -1 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും സ്പെസിഫൈ ചെയ്യുക. -2 എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും സ്പെസിഫൈ ചെയ്യുക. -3 എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ടേക്കായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം നമുക്ക്. അതിനിപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, IDE അപ്പോൾ ഇൻഡെക്സ് നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ സാധനം പോസിബിളാണ്. നെഗറ്റീവ് ഇൻഡെക്സിങ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? ലാസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ -1 എന്ന് പറയുന്നത് ഇവിടെ 0 അല്ല നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്,
പിന്നെ അതിന് പകരം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, -1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ LST ഈക്വൽ ടു ആപ്പിൾ ABC കുറച്ച് വേണം കാലിക്കറ്റ് ലിസ്റ്റ് വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. ലിസ്റ്റ് വേരിയബിളിനകത്ത് ആപ്പിൾ ഫസ്റ്റ് ഇൻഡെക്സ്, ABC സെക്കൻഡ്, ആൻഡ് കാലിക്കറ്റ് 2, ഇന്ത്യ ലാസ്റ്റ് വൺ. അപ്പം ഇതാണ് ലിസ്റ്റിനകത്തുള്ള വാല്യൂസ്. നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. പ്രിൻറ്റ് LST ഓഫ് -1. അപ്പോൾ ലാസ്റ്റ് വൺ ആയിരിക്കും എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്ത് വരാം. അപ്പം ഇത് LST ഓഫ് 2 വരാണെങ്കിൽ -2 വരാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. -2 വരാണെങ്കിൽ എന്തായിരിക്കും, ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തത് ഇപ്പോൾ കാലിക്കറ്റ് എന്നായിരിക്കും എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, പിന്നെ നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന സാധനം പോസിബിളാണ്. ഇനി റേഞ്ച് ഓഫ് ഇൻഡെക്സ് അത് പോസിബിളാണ്. യു ക്യാൻ സ്പെസിഫൈ റേഞ്ച് ഓഫ് ഇൻഡെക്സ് ബൈ സ്പെസിഫൈങ് വേർ ടു സ്റ്റാർട്ട് ആൻഡ് വേർ ടു എൻഡ് ദ റേഞ്ച്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ചും എൻഡ് ചെയ്യുന്ന റേഞ്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ രണ്ടാമത്തേത് തുടങ്ങിയിട്ട് 4 വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ആക്സസ് ചെയ്യണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിബിളാണ്. വെൻ സ്പെസിഫൈങ് എ റേഞ്ച്, റിട്ടേൺ വാല്യൂസ് വിൽ ബി എ ന്യൂ ലിസ്റ്റ് വിച്ച് സ്പെസിഫൈഡ് ഐറ്റംസ്. നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. സെർച്ച് വിൽ സ്റ്റാർട്ട് അറ്റ് ഇൻഡെക്സ് 2. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ദിസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ, ബനാന, ചെറി, ഓറഞ്ച്, കിവി, മെലൺ, മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാല്യൂസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രിൻറ്റ് ദിസ് ലിസ്റ്റ് 2, 5 പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് നമ്മൾ 2 ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പം 0, 1, 2. ഇപ്പോൾ ചെറിയിൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് 5 വരെ നോട്ട് ഇൻക്ലൂഡഡ് 5th. ഇപ്പോൾ ഇൻഡെക്സ് 5th എന്ത് ചെയ്യില്ല, ഇൻക്ലൂഡ് ചെയ്യില്ല. ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന സ്റ്റാർട്ട് ഇൻഡെക്സ് 2 ആയിരിക്കും. ഇപ്പോൾ 0, 1, 2 ചെറിയിൽ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് 3 and 4. അപ്പോൾ ഇത്രയും 3 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് നമുക്ക് നോക്കാം. നമുക്ക് ലിസ്റ്റ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ലേ, ലിസ്റ്റ് ഓഫ് 1 ഇവിടെ ഇതായിരിക്കും 1 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, 1, 2, 3 അങ്ങനെ തന്നെ കൊടുത്ത് നോക്കാം. പ്രിൻറ്റ് ലിസ്റ്റ് ഓഫ് 1 കോളൻ 2, 3 ഇൻക്ലൂഡ് ചെയ്യില്ല. ഇപ്പോൾ അതൊക്കെ ഇതാണ് 0, ഇത് 1. ഇവിടെ നിന്നാണ് ABC ആണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് 2, നമ്മൾ 3 വരെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. 3 എന്ത് ചെയ്യില്ല, ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ABC ആൻഡ് കാലിക്കറ്റ് എന്നതാണ് സാധനം പ്രിൻ്റ് ചെയ്യും. ABC ആൻഡ് കാലിക്കറ്റ് ഇതൊരു പുതിയ ലിസ്റ്റായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്ത് വരും. നമുക്ക് ഇന്നുകൂടെ റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് വണ്ണും കൂടെ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ 4 റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. അതുവരെ ABC കാലിക്കറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് റെപ്രസെൻ്റ് ചെയ്ത് വരും. അപ്പം ഇങ്ങനെ നമുക്ക് റേഞ്ച് ഓഫ് വാല്യൂ പോസിബിളാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇത് നെഗറ്റീവ് ഇൻഡെക്സിങ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് വയ്ക്കാമല്ലോ. ലാസ്റ്റിൽ നിന്ന് കൊടുത്ത് വയ്ക്കാമല്ലോ. -1 -
3. ഇത് പോസിബിളാണ് നോക്കിയത്. അപ്പം ലിസ്റ്റിനകത്ത് വാല്യൂസ് ഇല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് വാല്യൂസ് ഇല്ല എന്നുള്ളതാണ്. LSTF എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ റേഞ്ച് നെഗറ്റീവ് റേഞ്ച് എന്ന് പറയുന്ന സാധനം പോസിബിളാന്ന് മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, ബൈ ലിവിങ് ഔട്ട് സ്റ്റാർട്ട് വാല്യൂ ദ റേഞ്ച് വിൽ സ്റ്റാർട്ട് അറ്റ് ദി ഫസ്റ്റ് ഐറ്റം. നമ്മൾ ഫസ്റ്റ് ഐറ്റത്തിൻ്റെ ഇത് പറയുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് സ്റ്റാർട്ടിങ് ഐറ്റമായിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഈ കോളനകത്ത് നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല, സ്റ്റാർട്ടിങ് ഐറ്റം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് 0th നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. 0th നിന്ന് 4 വരെ, 0, 1, 2, 3, 4 വരെ. ബൈ ലീവിങ് ഔട്ട് ദി എൻഡ് വാല്യൂ റേഞ്ച് വിൽ ഗോ ഓൺ ദി എൻഡ്. ഇപ്പം നമ്മൾ എൻഡ് വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, റേഞ്ചിനകത്ത് എൻഡ് വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് വരെ എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്യും. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ് വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നായിരിക്കാം. ഇങ്ങനെ സ്പെസിഫൈ ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് 3rd വരെ 0, 1, 2, 3 എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. കാലിക്കറ്റ് വരെ 0, 1, 2 വരെ. മനസ്സിലായില്ലേ? ആപ്പിൾ സ്പെസിഫൈ ചെയ്യും, അതായത് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 ആയിട്ട് കൺസിഡർ ചെയ്യും, എന്നിട്ട് 0 മുതൽ 1, 2, 3. മനസ്സിലായല്ലേ? 3rd വൺ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. 0, 1, 2, 3 ആയിട്ടുള്ള ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. അതും കൂടെ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 4 ആക്കേണ്ടി വരും. ഇത് 4 ആക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് വണ്ണും കൂടെ എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്ത് വരും. ABC ആൻഡ് കാലിക്കറ്റ്. ഇനി എൻഡ് വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലാന്നിരിക്കുക. സ്റ്റാർട്ടിങ് ഫ്രം 1. ഇവിടെ എൻഡ് വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 1ൽ സ്റ്റാർട്ട് ചെയ്യും, എൻഡ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് വരെ, ഇന്ത്യ വരെ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ അതിനകത്ത് ABC, കാലിക്കറ്റ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ 4 വാല്യൂസ് എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്ത് വരും. എൻഡ് വരെ പ്രിൻ്റ് ചെയ്ത് വരും. ABCയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആപ്പിൾ എന്ത് ചെയ്യില്ല? സ്റ്റാർട്ട് ചെയ്യില്ല. അതിന് 0 നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ. റേഞ്ച് ഓഫ് നെഗറ്റീവ് ഇൻഡെക്സ്. നെഗറ്റീവ് ഇൻഡെക്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? റേഞ്ച് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം പ്രിൻറ്റ് ദ ലിസ്റ്റ് -4 നിന്ന് 1 വരെ. അപ്പോൾ ഇത് പോസിബിളാണ് നമുക്ക്. ഇപ്പോൾ നെഗറ്റീവ് റേഞ്ചിങ്ങും പോസിബിളാണ്. അപ്പോൾ നെഗറ്റീവ് റേഞ്ച് എങ്ങനെയാണ് നോക്കുക നമുക്ക്. ഇപ്പോൾ -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 ആയിരിക്കുമല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് LSTക്കകത്ത് ഇത് -1, -2, അതായത് മറ്റേ ഇത് -1, -2, കാലിക്കറ്റ് -2 ആയിരിക്കും. ഇത് -3 ആൻഡ് -4 ആയിരിക്കും ഇത്. അപ്പോൾ അവിടെ നിന്ന് -2 വരെ. അപ്പം ആപ്പിൾ, ABC, കാലിക്കറ്റ് ആ ഓർഡറിലായിരിക്കും വരും. നോക്കി നോക്കാം നമുക്ക്. -4 to -1. അതിനകത്ത് ആപ്പിൾ വന്നു, ABC വന്നു, കാലിക്കറ്റ്. -1 എന്ത് ചെയ്യില്ല? ഇൻക്ലൂഡ് ചെയ്യില്ല. ഇതാണ് ആക്ച്വലി -1. അപ്പോൾ ലാസ്റ്റ് വൺ ഒരിക്കലും എന്ത് ചെയ്യില്ല? ലാസ്റ്റ് വൺ വരെയാണ്. -1 ഇൻക്ലൂഡ് ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നെഗറ്റീവ് ഇൻഡെക്സിങ്ങും റേഞ്ച് ഓഫ് ഇൻഡെക്സിനകത്തും നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് എന്താണ്? പോസിബിളാണ്. നെഗറ്റീവ് ഇൻഡെക്സ്, range of negative index is also possible. Specify negative index if you want to start the search from end of the list. ഇപ്പോൾ ലിസ്റ്റിൻ്റെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് പോസിബിൾ ആണ്. എക്സാമ്പിൾ റിട്ടേൺസ് ദി ഐറ്റംസ് ഫ്രം മൈനസ് ഇൻക്ലൂഡഡ് ടു ഇൻഡെക്സ് -1 എക്സ്ക്ലൂഡഡ്. -1 ഒരിക്കലും ലാസ്റ്റിൽ പറയുന്ന റേഞ്ച് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇൻക്ലൂഡ് ചെയ്യില്ല. അത് എന്ത് ചെയ്യും? എക്സ്ക്ലൂഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്.
Next, change of item value. That means we can change the values specified in the list item. List item specify oru values namakku endu cheyan pattum, change cheyan pattum by specifying its index value. Index value use cheyidittu namakku specify cheyan pattum. For example, ഇവിടെ ലിസ്റ്റ് ഐറ്റം ആപ്പിൾ ബനാന ചെറി, ഇപ്പോൾ 3 ഐറ്റം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് വേരിയബിളിനകത്ത് ആപ്പിൾ ഉണ്ട്. ഇപ്പോൾ ദിസ് ലിസ്റ്റ് ഓഫ് 0 വരാണെങ്കിൽ ആപ്പിൾ ആയിരിക്കും, ദിസ് ലിസ്റ്റ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ബനാന ആയിരിക്കും, ദിസ് ലിസ്റ്റ് ഓഫ് 2 വരാണെങ്കിൽ ചെറി ആയിരിക്കും. അതിനകത്ത് സെക്കൻഡ് വൺ എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മോഡിഫൈ ആണെന്നുണ്ടെങ്കിൽ ദിസ് ലിസ്റ്റ് ഓഫ് 1, അപ്പോൾ ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്. ദിസ് ലിസ്റ്റ് ഓഫ് 1 ഈക്വൽ ടു ബ്ലാക്ക് കറണ്ട് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയും. അപ്പം ഈ ഒരു ബനാന മോഡിഫൈ ചെയ്തിട്ട് എന്തായിട്ട് വരും, ഈ പുതുതായിട്ട് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. പ്രിൻറ്റ് ദിസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, പിന്നെ ബ്ലാക്ക് കറണ്ട്, ചെറി, ഇത് മൂന്നുമായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരാം. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ആദ്യം പ്രിൻറ്റ് ലിസ്റ്റ് ചെയ്താൽ പ്രിൻറ്റ് LST ആപ്പിൾ ABC കാലിക്കറ്റില്ല, ഇത് ABC മാത്രമേ മോഡിഫൈ ചെയ്യുന്നു. അപ്പം LST ഓഫ് എന്താ സ്പെസിഫൈ 1 ആണ്, ഈക്വൽ ടു ഓറഞ്ചിനകത്ത് പിന്നെ LST കൊടുത്തേക്ക് പ്രിൻ്റ് കൊടുത്തതാണ്. പ്രിൻ്റ് LST ഓഫ് LST പ്രിൻ്റ് ചെയ്തപ്പോൾ ആപ്പിൾ, ഓറഞ്ച്, കാലിക്കറ്റ്, ഇന്ത്യ. അപ്പോൾ ABC എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു. ദാറ്റ് മീൻസ് വി ക്യാൻ മോഡിഫൈ ദി വാല്യൂസ് ഇൻ എ ലിസ്റ്റ് വേരിയബിൾ. ഇപ്പോൾ ലിസ്റ്റ് വേരിയബിളിനകത്ത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ നമുക്ക് എവിടെ വെച്ചിട്ട് വേണമെങ്കിലും, പ്രോഗ്രാമിൻ്റെ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും ബൈ assigning the list and its index by specifying the variable name, list variable name and its index value. ഇപ്പോൾ ഇൻഡെക്സ് വാല്യൂവും വേരിയബിൾ നെയിമും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാല്യൂസ് മോഡിഫൈ ചെയ്യാൻ പറ്റും യൂസിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ കണ്ടിട്ടില്ല. ഇതുപോലെ ലിസ്റ്റ് ഓഫ് 2 എന്ന് പറയുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് എന്തായിരിക്കും, ചെറിയായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് പുതിയ വാല്യൂ ആയിട്ട് മോഡിഫൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഐറ്റംസ് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലൂപ്പ് ത്രൂ എ ലിസ്റ്റ്. നമുക്ക് ഓരോ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ വാല്യൂയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടിട്ടില്ല, ദിസ് ലിസ്റ്റ് ഈസ് ഈക്വൽ ടു 3 വാല്യൂസ് കൊടുത്ത് ഫോർ എക്സ് ഇൻ പ്രിൻറ്റ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തായിരിക്കും, പ്രിൻറ്റ് ദിസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും, ഈ ലിസ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫോർ ലൂപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 മുതൽ 1 മുതൽ 2 വരെ വേറെ ചെയ്തുകൊണ്ടിരിക്കും. പ്രിൻ്റ് എക്സ് എന്ന് പറയുകയാണെങ്കിലോ ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, ആപ്പിളായിരിക്കും, സെക്കൻഡ് ബനാന ആയിരിക്കും, ദെൻ ചെറിയായിരിക്കും. ഇങ്ങനെ നമുക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഓരോ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സ് ഇൻ ദിസ് ലിസ്റ്റ് അങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ അതിനകത്തുള്ള വാല്യൂസ്, എക്സിൻ്റെ വാല്യൂ ആദ്യം എന്തായിട്ട് മാറും, ആപ്പിളായിട്ട് മാറും, ദെൻ ബനാന ആയിട്ട് മാറും, ചെറിയായിട്ട് മാറും. നമുക്കത് ഒന്നും കൂടെ നോക്കാം. List equal to apple,
നമ്പേഴ്സ് കൊടുക്കുക. ഇപ്രാവശ്യം സ്ട്രിങ് മാറ്റിയിട്ട് വാല്യൂസ് കൊടുക്കുക. 10, 20, 30, 40, 50, 60, 70. നമ്മൾ ഫോർ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സ് ഇൻ ദിസ് ലിസ്റ്റ് അങ്ങനെ സ്പെസിഫൈ ഫോർ എക്സ് ഇൻ LST print x അല്ലേ. ഫസ്റ്റിൽ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. ഫസ്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 10 ആണ്, ദെൻ 20 ആണ്, 30 ആണ്, അങ്ങനെ ഓരോന്നും. അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സിങ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ കൂടെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതിനകത്ത് അതിൻ്റെ കൂടെ ഒരു 4 വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ നമുക്ക് പോസിബിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സ് ഇൻറ്റു 2 കണ്ട് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് പ്രിൻ്റ് ചെയ്യും? 20 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്ത് തരും. ഇങ്ങനെ ഇതിൻ്റെ കൂടെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓരോ വാല്യൂസ് എടുത്തിട്ട് അതിനെ ആഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ എന്തെങ്കിലും വാല്യൂസ് വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യാനോ പോസിബിളാണ്. അപ്പം നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റിനകത്തുള്ള ഓരോ വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് ഫോർ എക്സ് ഇൻ ലിസ്റ്റ് വേരിയബിൾ നെയിം ദെൻ കോളൻ. അത് സാധാരണ ഫോർ ലൂപ്പിൻ്റെ ഫോർമാറ്റാണ്. ദെൻ പ്രിൻ്റ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ എക്സിനകത്തുള്ള ഓരോ വാല്യൂവും ഏതിനകത്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും? ഏത് യൂസ് ചെയ്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും? എക്സ് യൂസ് ചെയ്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ലിസ്റ്റ് വേരിയബിളിനകത്തുള്ള വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ചെക്ക് ഇഫ് ഐറ്റം എക്സിസ്റ്റ്. നമുക്ക് ഇതിനകത്തുള്ള ഐറ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ദിസ് ലിസ്റ്റ് ഇസ് ഈക്വൽ ടു ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇഫ് ആപ്പിൾ ഇൻ ദിസ് ലിസ്റ്റ്, ഇൻ ദിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പെസിഫൈ, ഇഫ് ആപ്പിൾ ഇൻ ഈ ഒരു ലിസ്റ്റിനകത്തുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് തരാം. യെസ് പ്രിൻ്റ് കൊടുത്തിട്ട് നമുക്ക് യെസ് ആപ്പിൾ ഇൻ ദിസ് ലിസ്റ്റ് എന്നിട്ട് കൊടുക്കാൻ പറ്റുക. ഇതിപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് എന്താണ്? ഈ ലിസ്റ്റിനകത്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു അൺനോൺ വാല്യൂ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് if 20 in LST അല്ല നമ്മളെ വരും ആണെങ്കിൽ എന്ത് സ്പെസിഫൈ പ്രിൻ്റ് is present in this list. ഉള്ളതുകൊണ്ട് 20 is present in this list എന്ന് പറയും. ഇതേപോലെ തന്നെ ഇല്ലാത്തൊരു സാധനമാണെങ്കിലും അത് പ്രിൻ്റ് ചെയ്ത് വരില്ല. എൽസും കൂടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇതിലൂടെ നമുക്ക് എൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ആഡ് ചെയ്യാം. ഇഫ് 20 is present
20 എന്നുള്ള മാറ്റി നമുക്ക് ഒരു 100 നോക്കാം. 100% ആണെന്ന് പ്രിൻ്റ് ചെയ്ത് വരുന്നില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ 100 ഇതിനകത്ത് പ്രസൻ്റ് അല്ല, ഇതിനകത്ത് പ്രസൻ്റ് അല്ല. മനസ്സിലായില്ലേ? ഇതിനകത്ത് സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ നോക്കാം. എൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടും ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ പറ്റും. എൽസ് കോളൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ലിസ്റ്റ് ഐറ്റത്തിനകത്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇഫ് ആപ്പിൾ ഇൻ ദിസ് ലിസ്റ്റ്, ഈ ലിസ്റ്റിനകത്ത് ആപ്പിൾ ഉണ്ടോ, ആപ്പിൾ എന്ന് പറഞ്ഞ വാല്യൂസ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ. ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും, ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചെക്കിംഗ് എന്ന് പറഞ്ഞ സാധനം പോസിബിളാണ്. നെക്സ്റ്റ്, ലിസ്റ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ദിസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദിസ് ലിസ്റ്റ് അപ്പോൾ 3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. അതും ചെക്ക് ചെയ്ത് വെക്കാം നമുക്ക്. ഐ ഡി നമുക്ക് ഓക്കെ, ഐ ഡി LST ഈക്വൽ ടു 10, 20, 30, 30, 50, 70, 90 എടുത്തു. പിന്നെ പ്രിൻ്റ് LENF LST LENF ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്. LENF പ്രിൻ്റ് LEN ദിസ് ലിസ്റ്റ് ഒരു ഇതും കൂടെ കൊടുക്കാനുണ്ട്. പ്രിൻ്റ് കൊടുത്ത് തെറ്റിപ്പോയി. പ്രിൻ്റ് LENF LST 5 1, 2, 3, 4, 5 വാല്യൂസ് നമ്മൾ കൊടുത്തത്. അപ്പോൾ പ്രിൻ്റ് LENF LST വരാണെങ്കിൽ 5 വാല്യൂസ് ഉണ്ട്. 5 ഡിഫറെൻറ്റ് വാല്യൂസ് അതിനകത്ത് ലിസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുണ്ട്. ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലെങ്ത്ത് കൊടുത്തിരിക്കും. ഇപ്പോൾ ലെങ്ത്ത് ഓഫ് ലിസ്റ്റ് ആണ് ആക്ച്വലി സ്പെസിഫൈ ചെയ്യുന്നത്. ലെങ്ത്ത് ഓഫ് ലിസ്റ്റ് മീൻസ് ലിസ്റ്റിനകത്ത് എത്ര വാല്യൂസ് ഉണ്ട്, എത്ര ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടെന്നതാണ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ ഐറ്റംസ് ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ വാല്യൂസ് അപ്പൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റിനകത്തുള്ള വാല്യൂസിൻ്റെ കൂടെ വേറെ ഒന്നും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി കൻ യൂസ് അപ്പൻഡ് മീൻസ് ആഡ് ചെയ്യാം. അപ്പം ദിസ് ലിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് 3 വാല്യൂസ് ഉണ്ട്. പ്രിൻ്റ് അപ്പൻഡ് ഓറഞ്ച് എന്ന് കൂടെ കൊടുക്കുകയാണെങ്കിലോ ലാസ്റ്റ് വൺ ആയിട്ട് എന്ത് ചെയ്യും, ഓറഞ്ച് ആയിട്ട് ആഡ് ചെയ്യും. പ്രിൻ്റ് ദിസ് ലിസ്റ്റ് എന്ന് പറയുമ്പം ആപ്പിൾ, ബനാന, ചെറി ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് വരും. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. LST dot append 90 എന്നുള്ളതിന് 110 കൊടുക്കാം. പിന്നെ പ്രിൻ്റ് LST 110 കൂടെ ആഡ് ചെയ്ത് വരും അല്ലേ. 10, 30, 50, 70, 90, 110. 110 കൂടെ ഓൾറെഡി ഇതിനകത്തുണ്ടായിരുന്നു, ലിസ്റ്റിനകത്തുണ്ടായിരുന്നു. ഇനി അഗൈൻ ഒന്നും കൂടെ കൊടുക്കുകയാണെങ്കിലോ 130 നോക്കാം നമുക്ക്. പ്രിൻ്റ് LST 130 ഇവിടെ വരും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഉള്ള ലിസ്റ്റിനകത്ത് വാല്യൂസ് ഇനി അപ്പൻഡ് ചെയ്യാൻ പറ്റും. അത് സ്ട്രിങ്ങിനകത്തും പോസിബിളാണ്, ഇതിനകത്തും പോസിബിളാണ്. സ്ട്രിങ് നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ ആപ്പിൾ, ബനാന, ചെറി, അതിനകത്ത് ഓറഞ്ച് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ, ബനാന, ചെറി, ഓറഞ്ച് എന്നായിരിക്കും ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ വരും. To add an item
അത് സ്പെസിഫൈഡ് ഇൻഡെക്സ് യു കൻ യൂസ് ഇൻസേർട്ട്. ഇൻസേർട്ട് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇൻഡെക്സിൽ ആഡ് ചെയ്യണം എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ 0, 1, 2 അല്ലേ. അപ്പം 1ൽ ആഡ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ഇൻസേർട്ട് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇതുവരെ അപ്പൻ്റ് ആയിരുന്നു, അപ്പൻ്റ് എന്ന് പറഞ്ഞ സാധനം ഏറ്റവും ലാസ്റ്റിൽ ആഡ് ചെയ്യും. ഇനി നമുക്കൊരു പെർട്ടിക്കുലർ ഇൻഡെക്സിനകത്ത് തന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആപ്പിൾ ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും, ഇപ്പോൾ ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഏറ്റവും അവസാനം ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്, നമ്മൾ ഇൻഡെക്സ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് എത്രയാണ്, 1 ആണ്. ഇപ്പോൾ 0, 1. അപ്പം ആപ്പിൾ കഴിഞ്ഞിട്ട് ഓറഞ്ച് ആഡ് ചെയ്യും, എന്നിട്ട് ബനാനയും ചെറിയും വരുള്ളൂ. അതിൻ്റെ എക്സാം കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 എന്ന് പറയാം, 0, 1, 2, 13-നും 50-ക്കും ഇടയിൽ നമുക്ക് ആഡ് ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പം lst ഡോട്ട് ഇൻസേർട്ട് ഇൻഡെക്സസ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ 0, 1, 2-ലല്ലേ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, 2-ൽ നമ്മൾ ഒരു 40 കൊടുക്കും. നമ്മൾ ഇൻസേർട്ട് lst നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്, lst ഓഫ് lst സ്പെസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, ഇൻസേർട്ട് മാത്രമേ. പിന്നെ പ്രിൻറ്റ് lst കൊടുത്തേക്കാം. 10, 30, 40. അപ്പോൾ ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വരും. അപ്പം ഇത് പോസിബിളാണ് നമുക്ക്. ഇപ്പോൾ ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പൊസിഷനിൽ ആഡ് ചെയ്ത് വരണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. റിമൂവ് ആൻ ഐറ്റം, ഇപ്പം ദിസ് ലിസ്റ്റ് റിമൂവ് ബനാന. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ദിസ് ലിസ്റ്റ് ഡോട്ട് റിമൂവ് ബനാന എന്ന് പറയുകയാണെങ്കിൽ ആ ഐറ്റം നമുക്ക് റിമൂവ് ചെയ്ത് വരാൻ പറ്റും. ഇവിടെ ഇപ്പം ഓൾറെഡി ആഡ് ചെയ്ത 40 നമുക്ക് റിമൂവ് ചെയ്യണമെന്നായിരിക്കും. lst ഡോട്ട് റിമൂവ് 40 എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ 40 അതാണെങ്കിൽ 40 റിമൂവ് ചെയ്യും. ഇനി പ്രിൻറ്റ് lst 40 ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ ഐറ്റംസ് നമുക്ക് റിമൂവ് ഐറ്റം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ദിസ് ലിസ്റ്റ് ഡോട്ട് പോപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കട്ടെ. pop method removes the specified index or last item of the ഇത് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഐറ്റം എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ദിസ് ലിസ്റ്റ് ഡോട്ട് പോപ്പ് ഇവിടെ ഇൻഡെക്സ് സ്പെസിഫൈ ആണെങ്കിൽ ആ ഐറ്റം എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അതെല്ലാം നമ്മൾ പോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഐറ്റം എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അതുപോലെ ഡിലീറ്റ് കീവേഡ് റിമൂവ്സ് ദ സ്പെസിഫൈഡ് ഇൻഡെക്സ്. ഡെൽ ദിസ് ലിസ്റ്റ് 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഡിലീറ്റ് ചെയ്ത് പോകും. 0th ഇൻഡെക്സ് എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. മനസ്സിലായില്ലേ. ഇപ്പോൾ ഒരു ഐറ്റം റിമൂവ് ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. റിമൂവ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാം. പോപ്പ് എന്ന് പറഞ്ഞാൽ പോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്തിട്ട് അത് കൊടുക്കാൻ പറ്റും. ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഐറ്റം എന്ത് ചെയ്യും, പോപ്പ് ചെയ്യും. അതുപോലെ ഡിലീറ്റ് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ദിസ് ഐറ്റം ഓഫ് 0 വരാണെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് പോകും. സിമ്പിളായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഡിലീറ്റ് കീവേഡ് ക്യാൻ ഓൾസോ ഡിലീറ്റ് ദി ലിസ്റ്റ് കംപ്ലീറ്റ്ലി. ഡിലീറ്റ് ദിസ് ലിസ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് ലിസ്റ്റ് എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇൻഡെക്സ് മാത്രമാണെങ്കിൽ ആ ഇൻഡെക്സ് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ എന്ന് സ്പെസിഫൈ ആണെങ്കിൽ അതിനകത്ത് ഐറ്റംസ് മൊത്തം എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ബട്ട് ദിസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എന്ത് ചെയ്യും, അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി കോപ്പി എ ലിസ്റ്റ്. This you cannot copy a list simply by using list equal to list1. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോപ്പി ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് list2 will only be a reference to the list1. അതൊരു റെഫറൻസ് മാത്രമായിരിക്കും. ആൻഡ് ചേഞ്ച് മെയ്ഡ് ഇൻ list1 will automatically also made by list2. അപ്പം അത് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് എന്ത്,
ദിസ് ലിസ്റ്റ് ഡോട്ട് കോപ്പി എന്ന് പറയും. അപ്പോൾ കോപ്പി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കോപ്പി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മൈ ലിസ്റ്റും ദിസ് ലിസ്റ്റും എന്ന് പറഞ്ഞാൽ രണ്ടും ലിസ്റ്റ് വേരിയബിൾ ആയിരിക്കും. ആ രണ്ട് ലിസ്റ്റ് വേരിയബിളിലും സെയിം വാല്യൂസ് ആയിരിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ദിസ് ലിസ്റ്റ് ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞ സാധനമാണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്ത് വെക്കേണ്ടത്. ഇവിടെ നമ്മൾ LST എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് CPY കോപ്പി എന്ന് കൊടുത്ത് വെക്കണം. കോപ്പി ഈക്വൽ ടു എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് ദിസ് ലിസ്റ്റ് ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യണം. അതിനകത്ത് നമ്മൾ LST ഡോട്ട് കോപ്പി എന്ന് കൊടുക്കും. LST ഡോട്ട് കോപ്പി. അപ്പം LST എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൻ്റെ കോപ്പി ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. CPY എന്ന് പറഞ്ഞാൽ CPY is also a list variable and contains all the values inside the LST. LSTക്കകത്തുള്ള എല്ലാ വാല്യൂസും ഇതിനകത്തുണ്ടാകും, കോപ്പിക്കകത്തുണ്ടാകും. നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പ്രിൻറ്റ് CPY എന്ന് നോക്കാം. CPY സെയിം സാധനം ആയിരിക്കും. അതേപോലെ തന്നെ പ്രിൻറ്റ് LST നോക്കാം. നമുക്കിപ്പം LST സെയിം സാധനം തന്നെയായിരിക്കും, രണ്ടും സെയിം സാധനം. അപ്പോൾ രണ്ടിൻ്റെയും ഒരു കോപ്പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് കോപ്പി മെത്തേഡ്. Another way to make a copy is use list method. This list is equal to apple and my list is equal to list this list. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത്, ലിസ്റ്റ് വേരിയബിളിനകത്ത് ദിസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ലിസ്റ്റ് വാല്യൂസ് എന്ത് ചെയ്യും, കോപ്പി ചെയ്യാൻ പറ്റും. നേരത്തെ സെയിം മെത്തേഡ് തന്നെ, വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്തു എന്നല്ല, ലിസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ജോയിൻ ടു ലിസ്റ്റ്, രണ്ട് ലിസ്റ്റ് നമുക്ക് ജോയിൻ ചെയ്യാൻ. അപ്പം ലിസ്റ്റ് 1 ഈസ് ഈക്വൽ ടു ഇത്, ലിസ്റ്റ് 2 ഈസ് ഈക്വൽ ടു 1 2 3, ലിസ്റ്റ് 3 ഈസ് ഈക്വൽ ടു ലിസ്റ്റ് 1 പ്ലസ് ലിസ്റ്റ് 2. അപ്പം പ്രിൻ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ സെയിം സംഭവം തന്നെ കിട്ടണം. ഇവിടെ നോക്കി നോക്കാൻ മതി. അപ്പം ഇവിടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം 1 2 3 അപ് ടു ഇതുണ്ട്. ഇനി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമുക്ക് ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാം, സ്ട്രിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അപ്പം മനു ഷാജു അരുൺ ഞാൻ വേറൊരു വേരിയബിൾ ലിസ്റ്റ് വേരിയബിൾ ഉണ്ടാക്കുകയാണ് XYZ എന്നാണ്. XYZ ഇസ് ഈക്വൽ ടു ഏതാണ് കോപ്പി എന്ന് നോക്കി നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രിൻ്റ് LST പ്ലസ് TST, പ്രിൻ്റ് XYZ എടുത്തതാണ്. XYZ പ്രിൻ്റ് XYZ എടുത്തത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ LSTക്കകത്തുള്ള കംപ്ലീറ്റും പിന്നെ മനു സജു അരുൺ എന്ന് പറയുന്നത് കൊണ്ടുവരും. ഇത് നേരെ തിരിച്ചാൽ കൊടുക്കുന്നെങ്കിലോ അത് നമുക്ക് നോക്കാം. LSTക്ക് പകരം ഇങ്ങനെ കൊടുക്കുന്നെങ്കിലോ ഇതും പോസിബിളാണ്. ഇനി പ്രിൻ്റ് ചെയ്ത് നോക്കാം നമുക്ക്. പ്രിൻ്റ് XYZ. ആദ്യം മനു സജു അരുൺ. ഇപ്പോൾ ഏത് ഓർഡറിലാണ് നമ്മൾ കോൺകാറ്റിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് എന്തായിരിക്കും കമ്പൈൻ ചെയ്തിട്ട് വരും. ജോയിൻ ടു ലിസ്റ്റ്, രണ്ട് ലിസ്റ്റ് നമുക്ക് ജോയിൻ ചെയ്യാം ബൈ യൂസിങ് പ്ലസ് സിമ്പിൾ. അനദർ മെത്തേഡ് ടു ജോയിൻ ഇസ് ബൈ അപ്പെൻഡിങ്. ഇപ്പം ലിസ്റ്റ് 1 ഡോട്ട് അപ്പെൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓരോ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഫോർ എക്സ് ഇൻ ലിസ്റ്റ് 2, ലിസ്റ്റ് 2-നകത്തുള്ള എക്സ് എടുക്കുക, എന്നിട്ട് ലിസ്റ്റ് 1-നകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടും പോസിബിളാണ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് 1 എക്സ്റ്റെൻഡ് ലിസ്റ്റ് 2. അപ്പം ലിസ്റ്റ് 1-നകത്ത് എന്തും കൂടെ ആഡ് ചെയ്യും, ഇത് ആഡ് ചെയ്യും, പിന്നെ ലിസ്റ്റ് 2 കൂടെ ആഡ് ചെയ്യും. അപ്പം ഒരു ലിസ്റ്റ് വേരിയബിളിനകത്തുള്ള കണ്ടൻറ്റ് വേറെ ലിസ്റ്റ് വേരിയബിളിനകത്തും കൂടെ
ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. അപ്പം കുറേ മെത്തേഡ്സ് യൂസ് ചെയ്യാം നമുക്ക്. ലിസ്റ്റ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മെത്തേഡാണ്, ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ ലിസ്റ്റ് വേരിയബിൾ ഒരു ക്ലാസ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി ലിസ്റ്റ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടറാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു യൂസ് ലിസ്റ്റ് കൺസ്ട്രക്ടർ ടു മേക്ക് എ ന്യൂ ലിസ്റ്റ്. പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ലിസ്റ്റ്, ഇപ്പം യൂസിങ് ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ, ദിസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 ബ്രാക്കറ്റ്സ് കൊടുക്കണം. കാരണം ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡിൻ്റെ ഒരു ബ്രാക്കറ്റും പിന്നെ നമ്മുടെ കുറേ സ്ട്രിങ് അടങ്ങിയിട്ടുള്ള വാല്യൂസും അത് വെച്ചിട്ടാണ് നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ പ്രിൻറ്റ് ദിസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആപ്പിൾ വരും, ബനാന വരും, ചെറി വരും. വേറൊരു മെത്തേഡാണെന്നേ ഉള്ളൂ. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേറെ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്ന് നോക്കാൻ പറ്റും. ഇനി പൈത്തണിനകത്ത് അപ്പെൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ആഡ് എലമെൻറ്റ്സ് ടു ദി എൻഡ് ഓഫ് ദി ലിസ്റ്റ്. ഒരു ലിസ്റ്റിൻ്റെ എൻഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പെൻഡ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ക്ലിയർ, റിമൂവ് ഓൾ ദി എലമെൻറ്റ്സ് ഫ്രം എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിനകത്തുള്ള എല്ലാ വാല്യൂസും എലമെൻറ്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഇത് മെത്തേഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം, മെത്തേഡ്സ് യൂസ് ചെയ്യുക ലിസ്റ്റ് വേരിയബിൾ ഡോട്ട് ഈ മെത്തേഡിൻ്റെ മെത്തേഡ്. ഇപ്പം LST ആണെങ്കിൽ LST ഡോട്ട് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ക്ലിയർ ചെയ്യും. പിന്നെ കോപ്പി, റിട്ടേൺസ് എ കോപ്പി ഓഫ് ലിസ്റ്റ്. ഇപ്പോൾ LST ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഇതിനകത്തേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. കൗണ്ട് കൊടുക്കാൻ പറ്റും, നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിതിൻ എ സ്പെസിഫൈഡ് ലിസ്റ്റ്. ഒരു സ്പെസിഫൈഡ് ലിസ്റ്റിനകത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ ലെങ്ത് യൂസ് ചെയ്ത പോലെ തന്നെ. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ വാല്യൂ, അപ്പം ഒരു ലിസ്റ്റിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ലിസ്റ്റിന് ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എക്സ്റ്റെൻഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡെക്സ്, റിട്ടേൺസ് ദി ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ് വിത്ത് എ സ്പെസിഫൈഡ് വാല്യൂ. അപ്പം ഒരു സ്പെസിഫൈഡ് വാല്യൂവിൻ്റെ ഇൻഡെക്സ് ഏതാണെന്ന് നമുക്ക് റിട്ടേൺ ചെയ്യണം, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻസേർട്ട് ഓൾറെഡി നോക്കിയതാണ്. പോപ്പ് നമ്മൾ നോക്കിയതാണ്. റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു സ്പെസിഫൈഡ് ഇൻഡെക്സിനകത്തുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ദി ഓർഡർ ഓഫ് ദി ലിസ്റ്റ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം 0th ഓർഡറിലുള്ള സംഭവം നമുക്ക് ലാസ്റ്റിലേക്ക് ആക്കാൻ പറ്റും, അതായത് ജസ്റ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ദെൻ സോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ നമുക്കൊരു ലിസ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് ഏത് യൂസ് ചെയ്തിട്ട് പോസിബിളാണ്. അല്ലെങ്കിൽ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ നമുക്കൊരു ലിസ്റ്റിലെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ അറേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, സോർട്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ LST ഡോട്ട് സോർട്ട് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്തു